ശ്രീ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പിന്മാറുകയും അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് വലിയൊരു ചർച്ചയായി കഴിഞ്ഞു കേരളത്തിൽ. എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു വിഷയം അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. നമുക്കറിയാം, അഴിമതിയുടെ കറകൾ പുരളാത്ത ഒരു വലിയ നേതാവാണ് അദ്ദേഹം. സഹകരണ വകുപ്പിലും ദേവസ്വം വകുപ്പിലും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലൊക്കെ അദ്ദേഹം ഇരുന്നപ്പോൾ സംശുദ്ധമായ പ്രവർത്തന മികവ് കൊണ്ട് ശ്രദ്ധേയനായ ഒരു വലിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊന്നും മറക്കാനായിട്ടില്ല. കേരളത്തെ ഹൈടെക് റോഡുകൾ കാണിച്ചു കൊടുത്ത, ഹൈടെക് പാലങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ് അദ്ദേഹം. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട ഒരുത്തിനെയും കയറ്റിയില്ല. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാർ, കോൺട്രാക്ടർമാർ അവരെല്ലാം ഈ വീട്ടിൽ കയറിപ്പോയിരുന്ന് ശാസിച്ചതൊക്കെ നമ്മൾ വാർത്ത വായിച്ചതാണ്. അതുപോലെ ദേവസ്വം വകുപ്പിലിരുന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ദേവസ്വം വകുപ്പിൽ അടിമുടി അഴിമതി അഴിഞ്ഞാടുകയാണെന്നും അത് ഈ അഴിമതി അവസാനിപ്പിക്കാൻ തന്നെ പ്രയാസമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് പറയുമ്പോൾ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കണ്ട ദേവസ്വം വകുപ്പിലെ ഭരണങ്ങളും അഴിമതികളും സ്വർണ്ണക്കൊള്ളയും എല്ലാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അമ്പലപ്പുഴ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലുള്ളതാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള എൻ്റെ ഉറ്റചങ്ങാതിമാരും പ്രവർത്തകരും കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവരെല്ലാം പറയുന്നത്, സാറ് നിന്ന് തന്നാൽ മതി, ഞങ്ങൾ ജയിപ്പിച്ചോളാം, പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളുടെ വീടുകളിലേക്ക് വരുത്തേണ്ട കാര്യമില്ല, വോട്ട് ചോദിക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ ജയിപ്പിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ നല്ല മനുഷ്യൻ കയർ വകുപ്പിലിരിക്കുമ്പോഴാണ് കയർ കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് വലിയൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനെൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹം നടത്തിയ മികവ് കേരളം അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിന് നിശ്ചയമായിട്ടും ജി സുധാകരനെ വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല.